ഹായ് മക്കളെ, 2025-26 അധ്യയന വർഷത്തെ ക്ലാസ് ആരംഭിച്ചു. എല്ലാവരും സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടായിരിക്കല്ലോ. ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട വാർത്ത പറയാനുണ്ട്. അപ്പൊ ഇതുവരെ കളിച്ചു നടന്നത് പോലെയല്ല, ഇനി നിങ്ങൾ ഹൈസ്കൂളിലേക്കാണ്. അപ്പൊ ഹൈസ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ഏതോ വലിയ എന്താ പറയാ, അവർക്ക് വല്ലാത്ത ഇത് കൊടുത്ത് നമ്മളിങ്ങനെ അവരെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ എല്ലാ വീട്ടിൽ നിന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇനി പഴയതുപോലെ പഠിച്ചാൽ പോരാ, ഇനി നന്നായി പഠിക്കണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ? യെസ്, അതെന്താണെന്നറിയോ മിസ് പറയാനുള്ള കാരണം? 8, 9, 10 നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഇരുട്ടടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നല്ല 8ന്റെ പണി തന്നെയാണ് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നത്. ഇതുപോലെ നമ്മൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ ഈ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ അവരോടും പറഞ്ഞിരുന്നു. പക്ഷേ അവരതിനെ വേണ്ട പോലെ മുഖവിലൊക്കെ എടുത്തില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഒരുപാട് കുട്ടികളാണ് കേരളത്തിൽ 8ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഫെയിലായത്. അറിയാലോ, ഇപ്പൊ സാധാരണ 5-ന്ന് 6ലേക്ക് പോകുന്നു, 6-ന് 7ലേക്ക് ഓൾ പാസ് ഇഷ്ടാണല്ലോ. കഴിഞ്ഞ അവിടെ അങ്ങനെ അല്ലായിരുന്നു മക്കളെ. മിസ് തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടികൾക്ക് മിനിമം മാർക്ക് വേണം എന്ന ഒരു നിലപാട് വന്നെങ്കിലും കുട്ടികൾ അപ്പോഴും ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എത്ര പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പാസ്സാകും എന്നൊരു ധൈര്യത്തിലാണ് അവർ ഇത്രയും കാലം പരീക്ഷാ ഹാളിലേക്ക് പോയിരുന്നത്. അവർക്ക് പണി കിട്ടി. എന്താ സംഭവിച്ചറിയോ? ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ട് നോക്കുന്നു. മിനിമം മാർക്ക് 30% മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവർ ഫെയിൽ ആവുകയാണ് അല്ലെ. ഫെയിലായ കുട്ടിക്ക് എന്താ പറ്റിയ മിസ്സേ? ഫെയിലായ കുട്ടീനെ വീണ്ടും 8ാം ക്ലാസ്സിൽ അടുത്ത ഒരു വർഷം മുഴുവൻ ഇരുത്തല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ക്രൂരമാണ്. കാരണം വെക്കേഷനിൽ, ഈ 2 മാസത്തെ വെക്കേഷനിൽ 1 മാസം മുഴുവനും അവർക്ക് ഏത് സബ്ജക്റ്റിലാണോ ഫെയിലായത് അതിൽ എക്സ്ട്രാ ക്ലാസ് നൽകി വെക്കേഷൻ ടൈമില് സ്കൂളിൽ പോയിട്ടില്ലേ ആ സബ്ജക്ട്, തോറ്റ സബ്ജക്ട് വീണ്ടും പഠിക്കുകയാണ്. വെക്കേഷൻ ഇല്ല, ഭയങ്കര ദുരന്ത അവസ്ഥയായിരുന്നു ആ കുട്ടിക്ക്. അപ്പൊ വീണ്ടും അവര് എക്സാം എഴുതി അതിനുശേഷം അവർ ആ സബ്ജക്റ്റിൽ പാസ്സായതിനു ശേഷം അവരെ 9th പ്രൊമോട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നും വരാൻ പാടില്ല. അതിനു വേണ്ടിയാണ് മുൻകൂട്ടി ഞങ്ങൾ അപ്പൊ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുകയാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ബേസ് ആയിട്ട് ഏതെങ്കിലും സബ്ജക്റ്റിൽ കുറവുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാകുമല്ലോ. അറിയാത്ത സബ്ജക്ട് ഏതാണ്? അതിന് കൂടുതൽ ഈ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ 1 ആഴ്ച 2 ആഴ്ച നിങ്ങൾ അതിന് കൂടുതൽ സമയം കൊടുത്ത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഈ വർഷം തുടക്കത്തിൽ തന്നെ നമ്മളോടൊപ്പം റേസ് ഏഗണിനോടൊപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ലൈവ് ക്ലാസ്സുകളും കണ്ടന്റ് വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവുകളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഫുൾ സപ്പോർട്ടുമായിട്ട് ഓൾ ടീച്ചേഴ്സ് റെഡിയാണ്. കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. അതെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുക. അപ്പൊ വീണ്ടും കാണാം അല്ലേ. ഓക്കെ, ബൈ.